അമ്മയുടെ മുഖം ചേർത്ത് വെച്ച് കുട്ടി നോക്കുകയാണ്. ആ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കിയിട്ട് അവൻ പറഞ്ഞു, അമ്മേ, അമ്മയുടെ കണ്ണുകളിൽ ഞാനുണ്ട്. അമ്മ തിരിച്ചും പറഞ്ഞു, നിന്റെ മിഴികളിൽ ഞാനും ഉണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ ഇടയ്ക്കൊക്കെ വന്ന് ചോദിക്കും, അമ്മ, ഇപ്പോഴും ഞാൻ അമ്മയുടെ കണ്ണുകളിലുണ്ടോ? പ്രാർത്ഥനയെപ്പറ്റി പറയാവുന്നൊരു കാര്യം ഇതാണ്. ദിനവും കാത്ത് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മിഴികളിൽ നമ്മൾ ഇപ്പോഴും ഉണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ നോക്കണം. എന്നിട്ട് പറയണം, കർത്താവെ, എന്നിൽ നിന്നും അങ്ങേ മിഴികൾ പിൻവലിക്കരുത് എന്ന്. പ്രാർത്ഥനയെപ്പറ്റി പറയുവാനായിട്ട് ഈശോ പറഞ്ഞ ഉപമയാണ് ന്യായാധിപൻ്റെയും വിധവയുടെയും. നീതിരഹിതനായ ന്യായാധിപൻ നിർബന്ധത്തിന് വഴങ്ങി സാധുവായ വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കുമെങ്കിൽ, സ്നേഹം നിറഞ്ഞ ദൈവം രാപ്പകൽ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? തന്നോട് നിരന്തരം യാചിക്കുന്നവർക്ക് ദൈവം വേഗത്തിൽ നീതി നടത്തി കൊടുക്കുമെന്നാണ് ഈശോ പറയുന്നത്. വിധവകൾക്കും നിസ്സഹായർക്കും, അനാഥർ, നിരാലംബർ, സഹായിക്കാൻ ആരും ഇല്ലാത്തവർക്കൊക്കെ പ്രത്യാശ വയ്ക്കുവാനായിട്ട് ദൈവമുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. ഇടയ്ക്കൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മളൊന്ന് പരിശോധിക്കണം. നിരന്തരമായിട്ട് ദൈവ സാന്നിധ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം. വീണ്ടും വീണ്ടും ആ ബന്ധത്തിൽ ആഴപ്പെടുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നിരാശകളൊക്കെ ഒരവസരങ്ങളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. അങ്ങനെ ഒരു ബന്ധത്തിലാവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.